നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും എക്കാലത്തെയും ഒരു റിക്വസ്റ്റ് ആയിരുന്നു സ്നേക്ക് ഹെഡിന് ഫീഡ് ചെയ്യുന്നത് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഹ്യൂജ് സ്നേക്ക് ഹെഡ്. ഇവൻ്റെ പേര് ചന്ന മൈക്രോപെൽറ്റസ് എന്നാണ്. നമ്മുടെ സാധാരണ കോമൺ സ്നേക്ക് ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം, ജായൻറ്റ് സ്നേക്ക് ഹെഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സ്നേക്ക് ഹെഡാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു 1000 ലിറ്റർ ടാങ്കിൽ രാജാവായിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഇവൻ കടിച്ച് തുരത്തി ഓടിച്ചു കളഞ്ഞു. ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചെമ്മീനാണ്. നമ്മൾ കണ്ടില്ലേ, സെപ്പറേറ്റ് ഫ്രീസറൊക്കെ വാങ്ങി വെച്ചേക്കുവാണ് ഇവന്മാർക്ക് വേണ്ടി. ഫ്രിഡ്ജിൽ നിന്നെല്ലാം നമ്മളെ നാട് കടത്തി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഇന്ന് ചെമ്മീനാണ് കൊടുക്കുന്നത്. ചെമ്മീൻ നമ്മൾ വീക്കിലി കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ ഫ്രീസർ സൗകര്യം കൂടെ കിട്ടിയപ്പോൾ വീക്കിലി കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെയിലി നമ്മൾ ഈ ഒരു കപ്പ് കണ്ടില്ലേ, ഈ ഒരു കപ്പിന് ഒരു കപ്പ് എല്ലാവർക്കും കൂടെ, എല്ലാ മോൺസ്റ്റേഴ്സിനും കൂടെ ആയിട്ട് ഇത്രയും വേണം. ഇതൊരു 1/2 കിലോക്ക് മേലെ വരും, ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവും. അത്രയും ചെമ്മീനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇടയിൽ അങ്ങനെ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചായിരുന്നു, ഒരു സബ്സ്ക്രൈബർ, എത്ര ദിവസം ഈ ചെമ്മീൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റും? ചെമ്മീൻ എത്ര വേണേലും സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ ഡീപ്പ് ഫ്രീസർ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണേലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടില്ല, അതുപോലെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഐസ് ഒക്കെ കളഞ്ഞിട്ട് നമ്മളതെടുത്ത് കട്ട് ചെയ്ത്, തലയും വാലുമാണ് മെയിനായിട്ട് ഞാൻ കളയുന്നത്. ഇതിപ്പോൾ ഈ തലയും വാലും ഇങ്ങനെ കളയുന്നത് കണ്ടിട്ട് ഇത് കംപ്ലീറ്റ് കളയുകയാണെന്ന് വിചാരിക്കേണ്ട. അത് പിന്നീട് എടുത്തിട്ട് അതിൻ്റെ ആ മുള്ള് മാത്രം കളഞ്ഞ് നമ്മൾ ബാക്കി പോണ്ടിൽ ഫീഡ് ചെയ്യാൻ എടുക്കും. അവന്മാരെല്ലാം ഈ റിട്ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ത് കിട്ടിയാലും തിന്നോളൂ. അപ്പോൾ ഇവർ അകത്തുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സെൻറ്റർ ഫ്ലഷ് മാത്രമേ എടുത്ത് കൊടുക്കാറുള്ളൂ. നമ്മുടെ അരപ്പയ്മ, അരോണ, അതുപോലെ സ്നേക്ക് ഹെഡിനൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു വെറും ചെമ്മീൻ മാത്രമായിട്ട്, തലയും വാലും ഒന്നും ഇല്ലാതെ. കണ്ടില്ലേ, നമ്മളിത് കൊണ്ടുപോകുന്നതിന് ഇവനെ അറിയാം നമ്മൾ എന്തോ കാര്യമായിട്ട് ഫുഡും കൊണ്ടാണ് വരുന്നതെന്ന്. അത് ലൈവ് ഫീഡിങ് ആണെങ്കിലും ശരി, ഈ ഒരു ഫീഡിങ് ആണെങ്കിലും ശരി. ലൈവ് ഫീഡിങ് നമ്മൾ കൂടുതലും ചെയ്യാറില്ല. കണ്ടില്ലേ, എന്തൊരു ആവേശത്തിലാണ് കഴിക്കുന്നത് നോക്കൂ. അങ്ങനെ നമ്മളൊരു 3-4 പീസ് മാത്രമേ ഒരു ദിവസം കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് അത്രയും പീസ് വെച്ചാൽ 2 ചെമ്മീൻ്റെ സെൻട്രൽ പോർഷൻ മാത്രമേ ഒരു ദിവസം കൊടുക്കുന്നുള്ളൂ. കൂടുതൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഇവന്മാർ ആകെ എന്താ പറയുക, തടിച്ച അലസന്മാരായി പോകും. അപ്പോൾ സ്നേക്ക് ഹെഡ് ഫീഡിങ് കണ്ടല്ലോ. ഇനി സ്നേക്ക് ഹെഡിനെ ഫീഡ് ചെയ്യുന്നത് കണ്ടില്ല എന്ന് പരാതി പറഞ്ഞേക്കരുത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ചോദിച്ചായിരുന്നു, ഗാറിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഗാറിന് ഞാൻ ഇടയിലിടയിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്, പുള്ളി കണ്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും വേണ്ട, ഇന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് ടൈം ബാക്കിയുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഗാറിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെയും നമ്മുടെ മറ്റേ ടാങ്കിൽ എന്തോ നടന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഗാറിനെ നോക്കാം. നമ്മുടെ ഗാറിനെ കണ്ടല്ലോ, ആൾ നല്ല ഉഷാറായിരിക്കുവാണ്, രാജാവായിരിക്കുവാണ്. ഇതിനകത്ത് കണ്ടില്ലേ, നല്ല ഫിഷിനെ ഓടിച്ചിട്ട് ആളൊരു കോർണറിലേക്ക് നിൽക്കുവാണ്. ആ ഭാഗത്തേക്ക് ആരെയും വേറെ അടുപ്പിക്കില്ല, ആരെയും കടിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ഭാഗത്തേക്ക്, പുള്ളിയുടെ ആ ഭാഗത്തേക്ക് വേറെ ആരും പോകരുത്, അതാണ് മൂപ്പരുടെ ഒരു ആവശ്യം. അപ്പോൾ ഗാറിൻ്റെ അപ്ഡേറ്റ് അത്രയാണ്. ഞാൻ ഇത് മുമ്പ് കാണിച്ചായിരുന്നു ഷോർട്സിൽ, ആ പുള്ളിക്കാരൻ കണ്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായിട്ട് ഒന്നുകൂടെ കാണിച്ചത്. ഗോൾഡൻ ഷാർക്ക്, ഗാറ്, പിന്നെ നമ്മുടെ റെട്ടൈലന്മാരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തൂടെ നോക്കാം. കണ്ടോ, എല്ലാം ഇങ്ങനെ കൂടി നിൽക്കുവാണ് ഇവിടെ. അല്ല, ഓടിപ്പോടാ. നമ്മൾ റിട്ടെയിൽ ക്യാറ്റ് ഫിഷുകളൊക്കെ കണ്ട ഗുണ്ടപ്പന്മാരായിട്ടുണ്ട്.
ഇനി ഇവിടുത്തെ മോൺസ്റ്റർ പോണ്ടിൽ കാര്യമായിട്ട് ആരുമില്ല. ഇവിടെ പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ ആശാനുമേ ഉള്ളൂ. ഇവർ നമ്മുടെ സ്നേക്ക് ഹെഡിൻ്റെ ആക്രമണത്തിനിരയായി ഇവിടെ എത്തിച്ചേർന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ ആ ടാങ്കിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ ഇന്നലെ ഷോർട്ടിൽ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ ഇപ്പോൾ ഇതിൽ ഇവന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ കാണിച്ചത്. പിന്നെ സാധാരണ പോലെ തന്നെ ആശാന്മാർ തിന്ന് മുടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടാക്കി പിന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കുഞ്ഞിനെ കൊല്ലാനുള്ള പരിപാടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് സ്നേക്ക് ഹെഡിൻ്റെ ഫീഡിങ്ങും കണ്ടു, ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിൻ്റെയൊക്കെ അപ്ഡേറ്റും കണ്ടു. ഗാറൊക്കെ സൂപ്പർ സ്ട്രോങ് ആയിട്ടുണ്ട്. പണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞതുപോലെ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി അവനിപ്പോൾ ഇങ്ങനെ ജൈജാൻറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ജൈജാൻറ്റിക് ആവുമെന്ന് നോക്കാൻ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി മോൺസ്റ്റേഴ്സിനെയൊക്കെ മറ്റേലേക്ക് മാറ്റുമോ, ഇല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിനെയൊക്കെ നമ്മുടെ കോളേജിലേക്കോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഗാറിനെ എവിടെയും കൊണ്ടുപോകില്ല. ഗാറിനെ ഇവിടെ തന്നെ വെക്കാം. നമുക്ക് നോക്കാമല്ലോ ഇത് ഈ ക്യാപ്റ്റിവിറ്റിയിൽ എത്രയും വളരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഒരു കാര്യം പറയാൻ മറന്നു. ഷോർട്ട് ചാനലിൽ വീഡിയോ കുറേ പേരിട്ടു. നമ്മൾ 11 പേരെങ്ങാനും ഷോർട്ട് ചാനലിൽ വീഡിയോ ഇട്ടു. അപ്പോൾ ഷോർട്ട് ചാനലിലേക്ക് വീഡിയോ അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഷോർട്ട് ചാനലിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളാണ് അതിൽ പിന്നെ എന്താ പറയുക സംസാരിക്കേണ്ടത്. ഇത് എൻ്റെ ഫിഷാണ്, ഇതെൻ്റെ വേർഡാണ്, മൊയിലാണെന്നൊക്കെ. അത് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ കൂടിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ എക്സലൻറ്റ്. അങ്ങനെ പറ്റാത്തവർ പിന്നെ വാട്സപ്പിലേക്ക് എനിക്കതിൻ്റെ എന്താ പറയുക ആ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നാൽ മതി. ഞാനത് ആഡ് ചെയ്തോളാം, എഡിറ്റ് ചെയ്തോളാം. അപ്പോൾ ചിലർ പറയുന്നു ഞങ്ങൾ വോയിസ് ക്ലിപ്പും പറയില്ല, ഞങ്ങളെയും കാണിക്കരുത്, ജസ്റ്റ് വീഡിയോ മാത്രമേ കാണിക്കാവൂ. അങ്ങനെ ആകുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുവാണ്. നിങ്ങളുടെ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഞാൻ ഈ എടുക്കുന്നത് പോലുള്ള വീഡിയോ ആണെങ്കിൽ വളരെ നല്ലത്. അല്ല ജസ്റ്റ് ടാങ്ക് മാത്രമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഏതോ ഒരു സബ്സ്ക്രൈബറുടെ വീഡിയോ ഇപ്പോൾ 2K മേലെ പോയി, 2500 എങ്ങനെ ആയി. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.